നമസ്കാരം. ഈ അടുത്ത കാലത്ത് ICMR, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്ന് പറയുന്നൊരു കേന്ദ്ര സർക്കാർ സംഘടന, അവരെ ദീർഘനാളത്തെ പഠനങ്ങളുടെ ഫലങ്ങൾ പുറത്ത് വിടുകയുണ്ടായി. അതായത് ഡയറ്ററി ഗൈഡ് ലൈൻസ്, ഭക്ഷണ സംബന്ധമായ മാനദണ്ഡങ്ങൾ ആർക്ക് വേണ്ടി? നമ്മുടെ രാജ്യക്കാർക്ക് വേണ്ടി. ഡയറ്ററി ഗൈഡ് ലൈൻസ് ഫോർ ഇന്ത്യൻസ് എന്നാണ് ഇതിൻ്റെ പേര്. 2024 റിവൈസ്ഡ് എഡിഷൻ. അതിന് മുമ്പേ 2011 അതിനൊക്കെ മുമ്പ് 1998 ഇത്തരത്തിലുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ വരുമായിരുന്നു. എന്നാൽ ഇത്രയും വിശദമായ, ഇത്രയും ശാസ്ത്രീയ അടിത്തറയുള്ള, ഇത്രയും വിപുലമായ പഠനങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള ഫലം ആദ്യമായിട്ടാണ് പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്കുള്ളിൽ. അതിലെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മളിവിടെ ഓരോ ഘട്ടങ്ങളിലായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു എപ്പിസോഡിൽ പ്രോട്ടീൻസിനെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ വേറൊരു എപ്പിസോഡിൽ, ഇപ്പോൾ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണ ഘടന നമ്മൾ ക്രമീകരിക്കേണ്ടത്. ഭക്ഷണഘടന എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജത്തിൻ്റെ എത്ര ശതമാനം ഓരോ ആഹാര വിഭാഗത്തിൽ നിന്നും നമുക്ക് കിട്ടണം എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. എന്ന് വെച്ചാൽ പൊതുവെ എല്ലാവർക്കും കാർബ്സ്, അതായത് കാർബോഹൈഡ്രേറ്റ്, പിന്നെ നമ്മുടെ പ്രോട്ടീന്, ഇതൊക്കെ വേണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എത്ര ശതമാനം വീതമാണ് ഇത് വേണ്ടത് എന്നുള്ളത് പലർക്കും അറിയില്ല, ആണല്ലോ. അപ്പോൾ ഈ ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മാനദണ്ഡങ്ങൾ നമ്മുടെ രാജ്യക്കാർക്ക് ആവശ്യമായിട്ട് തോന്നിയത്? പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തെ രോഗങ്ങളുടെ വ്യാപ്തി വെച്ച് നോക്കുമ്പോൾ പകുതിയിലും അധികം രോഗങ്ങൾ ആരോഗ്യകരമായിട്ടുള്ള ആഹാരമില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ്. അൺഹെൽത്തി ഡയറ്റാണ് 50% കൂടുതൽ രോഗങ്ങൾക്ക് കാരണം എന്ന് നിഗമനത്തിലെത്തിയത് കൊണ്ടാണ് കൃത്യമായ ഒരു ഡയറ്റ് പാറ്റേൺ നമ്മുടെ രാജ്യക്കാർക്ക് ആവശ്യമാണ്. ഇത്രയും വലിയ ഒരു രാജ്യമല്ലേ, ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യമല്ലേ. ഓഫ് കോഴ്സ് അതിലൊരുപാട് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും, ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരാം, എല്ലാവർക്കും ഒരുപോലെ ആഹാരമൊന്നും കഴിക്കാൻ സാധിക്കില്ല എന്നാലും ഗൈഡ് ലൈൻസ് ഇങ്ങനെയൊക്കെ ആയാൽ നന്നായിരിക്കും എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ പുറത്താണ് ഇത് വന്നത്. അപ്പോൾ ഏതാണ്ട് 50% കൂടുതലുള്ള രോഗങ്ങൾ അൺഹെൽത്തി ഡയറ്റിൻ്റെ ഫലമായിട്ടാണ്. ഈ അൺഹെൽത്തി ഡയറ്റിൽ ഏറ്റവും പ്രധാന വില്ലൻ എന്താണ്? നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അന്നജത്തിൻ്റെ ഉപഭോഗം സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് സീരിയൽസിൽ നിന്ന്, അന്നങ്ങളിൽ നിന്ന്, സീരിയൽസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അകത്താക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. എന്താണ് അതിന് കാരണം? അതായത് നമ്മുടെ ഊർജത്തിൻ്റെ ഉറവിടം മുഴുവൻ കാർബ്സ് ആണെന്നുള്ളൊരു ധാരണ. അതിന് കാരണം ഈ കാർബ്സിൻ്റെ ലഭ്യത, വിലയും കുറവാണ്. ഊർജത്തിൻ്റെ ഉറവിടം പ്രോട്ടീൻസും ഉണ്ട്, ഫാറ്റ്സും ഉണ്ട്. പക്ഷെ പ്രോട്ടീൻസ് കാര്യമായിട്ട് കഴിക്കാത്തതിൻ്റെ കാരണം, ഒന്ന്, വളരെ വലിയൊരു ശതമാനം ആൾക്കാരും വെജിറ്റേറിയൻസാണ്. അപ്പോൾ ആനിമൽ ഫുഡ്സിൽ, സീ ഫുഡ്സിൽ നിന്ന് ഇവർക്ക് പ്രോട്ടീൻ കിട്ടാറില്ല എന്നുള്ളത് ഒന്ന്. പിന്നെ പ്രോട്ടീൻ കിട്ടാനുള്ള സാധ്യത ലെഗ്യൂംസ്, അതായത് ബീൻസ്, പൾസസ്, ആ വിഭാഗം അല്ലേ, ആ വിഭാഗം ഭക്ഷണങ്ങളിൽ നിന്നാണ്. പക്ഷെ ഇവയുടെയൊക്കെ വില അരിയും ഗോതമ്പിനെയും താരതമ്യം ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ് പൊതുവെ, ശരിയല്ലേ? അങ്ങനെ വരുമ്പോൾ ഊർജം കണ്ടെത്താൻ വേണ്ടി കാർബോഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഡയറ്റ് ആവുന്നു, പ്രോട്ടീൻസിൻ്റെ അളവ് വല്ലാണ്ട് കുറഞ്ഞു പോകുന്നു. അപ്പോൾ ആ ഒരു ബേസിസിൻ്റെ പുറത്ത് ഇപ്പോൾ ഈ ഗൈഡ് ലൈൻസിൽ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന സീരിയൽസ്, മില്ലറ്റ്സ് ഉൾപ്പെടെ കേട്ടോ, മില്ലറ്റ്സ് ഇപ്പോൾ എല്ലാവർക്കും വളരെ വലിയ സംഭവമാണെന്ന് ഒരു വിശ്വാസമാണ് മില്ലറ്റ്സിനെ കുറിച്ച്, റാഗിയും അനുബന്ധ അല്ലെ ഇത്തരത്തിലുള്ള ധാന്യങ്ങളും. പക്ഷേ
ഇവിടെ പറഞ്ഞു വരുന്നത് സീരിയൽസ് ആൻഡ് മില്ലറ്റ്സ് ഉൾപ്പെടെ ഒരു ദിവസം നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജത്തിന്റെ ശതമാനം 45% കടക്കരുത്. എന്ന് വെച്ചാൽ 50% താഴെ ആയിരിക്കണം ഈ സീരിയൽസും മില്ലറ്റ്സിൽ നിന്നും നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഊർജം. ബാക്കി 50% അവിടെ കിടക്കുന്നുണ്ട്. ആ 50% എവിടെ നിന്ന്? ആ 50%-ത്തിലെ 15 മുതൽ 20% കിട്ടേണ്ടത് പൾസസ് എന്ന് വെച്ചാൽ പയറുവർഗ്ഗങ്ങളിൽ നിന്നാണ് അവ കിട്ടേണ്ടത്. അല്ലെങ്കിൽ മാംസാഹാരം കഴിക്കുന്നവർക്കാണെങ്കിൽ ലീൻ മീറ്റ്, റെഡ് മീറ്റ് അല്ല ഇവിടെ ഉപയോഗിക്കുന്ന, ലീൻ മീറ്റ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ലീൻ മീറ്റിൽ നിന്നോ ഫിഷിൽ നിന്നോ ഒക്കെ വേണം കിട്ടാൻ. ബാക്കിയുള്ള അതായത് 50% വരെ നമുക്ക് റൈസ്, വീറ്റ്, മില്ലറ്റ്സ് ഉൾപ്പെടെയുള്ള ഈ ധാന്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടട്ടെ. പിന്നെ ഏതാണ്ട് 20%-ഓളം കിട്ടേണ്ടത് ഇപ്പൊ പറഞ്ഞ പയറുവർഗ്ഗങ്ങളിൽ നിന്നും പിന്നെ മാംസാഹാരം അല്ലെങ്കിൽ മത്സ്യാഹാരം അതിൽ നിന്നൊക്കെ ആയിരിക്കണം. അപ്പോഴും കിടക്കുന്ന ബാക്കി ഏതാണ്ട് 30%-ഓളം, ഏതാണ്ട് 30% കിട്ടേണ്ടത് ഫ്രൂട്ട്സ്, പിന്നെ പച്ചക്കറികൾ, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, അത് നിലക്കടലയായിരിക്കാം, കശുവണ്ടി ആയിരിക്കാം, എന്തുമായിരിക്കാം, പിന്നെ പാലുൽപ്പന്നങ്ങളിൽ നിന്ന്. ഈ രീതിയിൽ വേണം നമ്മുടെ ആഹാര ക്രമീകരണം നടത്താൻ. അപ്പൊ 50% സീരിയൽസ് ആൻഡ് മില്ലറ്റ്സ്, 20% ഈ പയറുവർഗവും പിന്നെ മാംസാഹാരവും, പിന്നെ 30% ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് മിൽക്ക്. ഇനി ഇതിലെല്ലാത്തിലും ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് ആണല്ലോ, കൊഴുപ്പുണ്ട്. ഈ കൊഴുപ്പ് ഒരു ദിവസം വരെ എത്രയാവാം? ഒരു ദിവസം ആവശ്യമായി വരുന്ന എനർജി റിക്വയർമെന്റിന്റെ 30%-ത്തിലും താഴെ മാത്രമായിരിക്കണം ടോട്ടൽ ഫാറ്റ് ഇൻടേക്ക്. മൊത്തത്തിൽ നമ്മൾ അകത്താക്കുന്ന കൊഴുപ്പ് ഒരു ദിവസം ആവശ്യമായി വരുന്ന ഊർജ ആവശ്യത്തിന്റെ 30%-ത്തിന് താഴെ. പണിയാണ് അല്ലേ, കുറച്ച് സങ്കീർണമായിട്ടുള്ള രീതിയിൽ. അപ്പൊ ഇവിടെ നമുക്ക് സ്വയം ഇതൊക്കെ തീരുമാനിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് പ്രമേഹത്തിനോ അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾക്കോ ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് ഈ രീതിയിൽ ഇത് ഫൈൻ ട്യൂൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവിടെയാണ് ഒരു ഡയറ്റീഷ്യന്റെയും ഡോക്ടറുടെയും, നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെയും കൂടി ആവശ്യം വരുന്നത്. ആ ഒരു രീതിയിൽ വേണം നിങ്ങളുടെ ഡയറ്റ് മോഡിഫൈ ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇത് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത് പേഴ്സണലൈസ് ചെയ്യണം. വെരി ഇമ്പോർട്ടൻറ്റ് ടു പേഴ്സണലൈസ്. അതുപോലെ വേറൊരു പ്രോബ്ലം, അതായത് ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസ്, അതായത് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, ഈ ഫാറ്റി ആസിഡ്സ്, ഇവയുടെയൊക്കെ ഉപഭോഗം വളരെ കുറവാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. എന്നാൽ ഷുഗർ, പ്രത്യേകിച്ച് ഈ പറയുന്ന എനർജി ഇൻടേക്കിന് ഷുഗർ എന്തായാലും ആവശ്യമാണെന്ന് അറിയാമല്ലോ. അപ്പൊ ആഡഡ് ഷുഗർ ഓർമ്മ വേണം, 5%-ത്തിലും താഴെ നിലനിർത്താൻ ശ്രമിക്കണം. ഒരു ദിവസത്തെ എനർജി റിക്വയർമെന്റിന്റെ 5%-ത്തിലും താഴെ വേണം ഷുഗർ നിയന്ത്രിക്കാൻ. ഷുഗർ എന്ന് പറയുന്നത് ഇവിടെ പഞ്ചസാര, വെളുത്ത പഞ്ചസാര മാത്രമല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ശർക്കരയും തേനും ഇതെല്ലാം അതിൽ പെടും. അത് എന്ത് തരത്തിലായിക്കോട്ടെ, ഏത് രൂപത്തിലും ആയിക്കോട്ടെ, ഇതെല്ലാം ഈ വിഭാഗത്തിൽ പെടും. അത് 5%-ത്തിലും താഴെ മാത്രമേ ഉപയോഗിക്കാവൂ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഡയറ്റ് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് മാറ്റേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ് പലർക്കും പ്രമേഹം ഉണ്ടാകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇപ്പൊ കണ്ടില്ലേ, 50%-ത്തിലും കൂടുതൽ രോഗങ്ങൾ, അത് ഏത് രോഗങ്ങളും ആവാം, രോഗങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നത് അശാസ്ത്രീയമായിട്ടും അനാരോഗ്യകരമായിട്ടുള്ള ആഹാരം കഴിക്കുന്നതിൻ്റെ ഫലമായിട്ടാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ ICMR ഗൈഡ് ലൈൻസ് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയേ തീരൂ. നമ്മുടെ രാജ്യക്കാർക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വളരെ സുപ്രസിദ്ധമായതും വളരെ വിശ്വസനീയമായിട്ടുള്ള ഒരു സംഘടന, എത്രയോ വർഷങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ചോദ്യങ്ങളും ഒരുപാടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഓൺലൈനിൽ അത് വായിക്കാം. 148 പേജ് ഉണ്ടെന്ന് ഞാൻ പറയണ്ടായി. എല്ലാം നമുക്കിവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് റിപ്പീറ്റേഷനും വന്നേക്കാം. അത് ചിലവർക്ക് ദേഷ്യവും വരും അങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇത് ഒരുപാട് മനസ്സിലാക്കാനുണ്ട് നമുക്ക്.
ഓരോ വിഭാഗം ജനതയ്ക്ക് വേണ്ടിയുള്ളതും അതിൽ പറഞ്ഞിട്ടുണ്ട്, എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഗർഭാവസ്ഥയിൽ, കൊച്ചുകുട്ടികളിൽ, പ്രായമായവരിൽ, ചില പ്രത്യേക തരത്തിലുള്ള രോഗങ്ങളുള്ളവരിൽ, അങ്ങനെ ഒരുപാട് ആഴത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ദയവായി അത് വായിക്കാൻ സാധിക്കുന്നവർ വായിക്കുക. ഇവിടെ നിങ്ങൾക്കിത് കൂടുതൽ താല്പര്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും കൂടുതൽ ഇത് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കും താല്പര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ വിലപ്പെട്ട ഇതിനെക്കുറിച്ചുള്ള അറിവുകളും നമ്മളായിട്ട് പങ്കുവയ്ക്കാം. നന്ദി, നമസ്കാരം.